നമസ്കാരം. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചതോടെ PV അൻവർ നിലയില്ലാ കയത്തിലേക്ക്. UDFിൽ സമ്മർദ്ദം ചെലുത്തി മുന്നണിയിൽ കയറിക്കൂടാൻ നടന്ന അൻവർ ആകെപ്പെട്ട് ലീഗ് നേതാക്കൾക്ക് മുന്നിൽ കെഞ്ചി നടക്കുന്ന അവസ്ഥയാണിപ്പോൾ. തന്റെ എതിർപ്പിനെ അവഗണിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച UDFിന് മുന്നിൽ പിന്തുണയ്ക്കണമെങ്കിൽ തന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ഉപാധി വെച്ചിരിക്കുകയാണ് അൻവർ. എന്നാൽ അത്തരം ഉപാധികളുമായുള്ള വിലപേശലുമായി ഇങ്ങോട്ട് വരേണ്ടെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷ നേതാവിന്റെ കാർക്കശ്യത്തിന് മുന്നിലാണ് അൻവറിന്റെ തന്ത്രങ്ങൾ അപ്പാടെ നശിച്ചുപോയത്. ഇപ്പോഴത്തെ അവസ്ഥയിലും UDFിന്റെ പടിക്ക് പുറത്താണ് അൻവർ. തൃണമൂൽ കോൺഗ്രസിനെ UDFിൽ പ്രവേശിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല താനും. ഈ പശ്ചാത്തലത്തിൽ നിലമ്പൂർ കൈവിട്ടതോടെ എങ്ങനെയെങ്കിലും UDFിൽ ഒരു സീറ്റ് തരപ്പെടുത്താനുള്ള തത്രപ്പാടിലാണ് അൻവർ. തിരുവമ്പാടി സീറ്റിലാണ് അൻവർ കണ്ണെറിഞ്ഞിരിക്കുന്നത്. ലീഗാണ് ഈ സീറ്റിൽ പൊതുവെ മത്സരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ മോഹം നടക്കണമെങ്കിൽ ലീഗ് വിചാരിക്കണം. മത്സരിക്കാൻ ജയസാധ്യതയുള്ള സീറ്റ് വേണമെന്നും ഇക്കാര്യം കോൺഗ്രസുമായി സംസാരിക്കണമെന്നും തന്നെ വന്ന് കണ്ട മുസ്ലിം ലീഗ് നേതാക്കളോട് അൻവർ ആവശ്യപ്പെട്ടതായാണ് വിവരം. പരിഗണിക്കാമെന്ന ലീഗ് നേതൃത്വം ഉറപ്പു നൽകിയതായാണ് സൂചന. അൻവർ ഇന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുമായും ചർച്ച നടത്തും. UDF പ്രവേശനവും സീറ്റ് അടക്കമുള്ള കാര്യങ്ങളും ചർച്ചയാകും. അൻവറിനെ കൂടെ നിർത്താനാണ് നിലവിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് താല്പര്യമെന്നാൽ മുന്നണിയിൽ ചേർക്കണമെന്ന കാര്യത്തിൽ ലീഗിനും രണ്ട് മനസ്സാണ്. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു ശേഷവും സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയാകുന്ന രീതിയിൽ വലിയ ആരോപണങ്ങൾ ഉയർത്തി അൻവറിനെ ഉൾക്കൊള്ളുന്നതിൽ കോൺഗ്രസിൽ കടുത്ത എതിർപ്പുണ്ട്. അൻവർ വിലപേശലുമായി കോൺഗ്രസിലേക്ക് വരേണ്ട കാര്യമില്ലെന്ന ഉറച്ച നിലപാടിലാണ് നേതൃത്വം. തെരഞ്ഞെടുപ്പ് സമയത്ത് അൻവറിനെ പിണക്കേണ്ട എന്ന് കോൺഗ്രസിൽ ഒരു വിഭാഗം പറയുമ്പോഴും അതിന് അൻവർ മിതത്വം പാലിക്കണമെന്നാണ് മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ആര്യാടൻ ഷൗക്കത്തിനെ തള്ളിയും VS ജോയിയെ പിന്തുണച്ചുമാണ് അൻവർ നിലപാട് വ്യക്തമാക്കിയത്. സമുന്നത നേതാവിനെ ഉയർത്തിക്കാട്ടാനില്ല എന്നാണ് LDFിന്റെ പ്രതിസന്ധിയെങ്കിൽ VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും ഒരുപോലെ സ്ഥാനാർത്ഥിയാവാൻ രംഗത്തുള്ളതായിരുന്നു UDFിന്റെ വെല്ലുവിളി. UDF ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യത്തിൽ ഉറപ്പ് ലഭിക്കാത്തതിനാൽ ഉടക്കിട്ട് അൻവർ സൃഷ്ടിച്ച സമ്മർദ്ദം വേറെയും. ഇവയെല്ലാം തരണം ചെയ്താണ് കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. കീറാമുട്ടിയായ പ്രശ്നം ദ്രുതഗതിയിൽ തീർപ്പാക്കി സ്ഥാനാർത്ഥിയെ ആദ്യം പടക്കളത്തിൽ ഇറക്കാനായത് നേട്ടമായാണ് UDF വിലയിരുത്തുന്നത്. ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ മത്സരിക്കുമെന്ന് ഭീഷണി മുഴക്കി അൻവറിന് വഴങ്ങേണ്ടതില്ലെന്ന് കോൺഗ്രസിന്റെ നേതൃതലത്തിൽ തിങ്കളാഴ്ച ഉച്ചയോടെ ധാരണയായി. അൻവറിന് മുന്നിൽ പാർട്ടി കീഴടങ്ങുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ LDF ചർച്ചയാക്കുമെന്ന് നേതാക്കൾ വിലയിരുത്തി. ഇതോടെ നേതൃത്വം VS ജോയിയുമായി സംസാരിച്ച് ഷൗക്കത്തിന്റെ കാര്യത്തിൽ ധാരണയിലെത്തി. അൻവറിനെ UDF പ്രവേശനത്തിൽ ഉറപ്പു നൽകിയെങ്കിലും മുഴുവൻ ഘടകകക്ഷികളുമായി ആലോചിച്ച് തീരുമാനിക്കുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് MLA സ്ഥാനം രാജിവെച്ച അൻവറിനും രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന അംഗമാണിത്. അതുകൂടി മുന്നിൽ കണ്ടാണ് UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ അതൃപ്തി അൻവർ പരസ്യമാക്കിയത്. കോൺഗ്രസിലടക്കം കുളം കലക്കാൻ അൻവർ നടത്തിയ ശ്രമങ്ങൾ കടുത്ത എതിർപ്പിനെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. ഫലത്തിൽ UDF പ്രവേശനത്തിന് വേണ്ടി നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ച അൻവർ കയ്യാലപ്പുറത്തായ അവസ്ഥയിലാണ്. നാവ് തന്നെയാണ് അൻവറിന് വില്ലനായി മാറുന്നത്.